ഹായ് നമസ്കാരം. ഇനി നടക്കാൻ പോകുന്ന ഡിസംബർ 11 തുടങ്ങിയിട്ട് നടക്കാൻ പോകുന്ന അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ട ഒരു ചാപ്റ്ററാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ നമ്മൾ ഒരു തവണ എല്ലാവരും ഈ പാഠം സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. ഒരു തവണ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇനി പരീക്ഷയ്ക്ക് വേണ്ടി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പാഠം മുഴുവൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കാം. പ്ലവക്ഷമ ബലത്തിൻ്റെ പാഠം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ടെക്സ്റ്റിൻ്റെ ഹെഡിങ്ങിൻ്റെ കൂടെ തന്നെ ഒരു കുട്ടിയിൽ നിന്ന് സംശയം ചോദിക്കുന്നുണ്ട്. ചെറിയ അളവിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആണി വെള്ളത്തിലിട്ടാൽ ജലത്തിലിട്ടാൽ അത് മുങ്ങിപ്പോകുന്നു, പക്ഷേ വലിയ അളവിലുള്ള ഇരുമ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ കപ്പലുകൾ മുങ്ങിപ്പോകുന്നില്ല, അത് പൊങ്ങിക്കിടക്കുന്നു, ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇതിൻ്റെ കാരണം അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം. എന്നാലും നിൽക്കട്ടെ, നോക്കാം. പ്ലവക്ഷമ ബലം എന്താ? പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ എപ്പോഴും വസ്തുവിൻ്റെ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ്. ഈ പ്ലവക്ഷമ ബലം എവിടെയാണ് അനുഭവപ്പെടുക? ദ്രവങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന ഒരു ബലമാണ് പ്ലവക്ഷമ ബലം. എപ്പോഴും അതിൻ്റെ ദിശ വരുന്നത് ഇങ്ങനെ മുകളിലേക്കായിരിക്കും. ഗുരുത്വാകർഷണ ബലമില്ലേ, ഗുരുത്വാകർഷണ ബലം എപ്പോഴും അനുഭവപ്പെടുക താഴേക്കായിരിക്കും. ഭൂമിൻ്റെ ഗുരുത്വാകർഷണ ബലം, ഭൂമി എപ്പോഴും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ചു വലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ എപ്പോഴും താഴേക്കായിരിക്കും. പ്ലവക്ഷമ ബലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എപ്പോഴും മുകളിലേക്കായിരിക്കും, മേലേക്ക്. എന്താ പ്ലവക്ഷമ ബലം? ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, അതിൽ ഒരു കാലിക്കുപ്പി എടുത്തിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ കാലിക്കുപ്പി എടുക്കുക, പ്ലാസ്റ്റിക് കുപ്പിയെ, എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മൂടി ഇട്ട് വെക്കുക. കുപ്പിയിൽ ഇപ്പോൾ ഒന്നുമില്ല. മെല്ലെ എടുത്ത് ആ വെള്ളത്തിൻ്റെ മേലെ വെക്കുക, മെല്ലെ താഴോട്ടേക്ക് അമർത്തി നോക്കുക. അങ്ങനെ താഴ്ത്തി നോക്കുമ്പോൾ ഈ വെള്ളം കുപ്പീനെ മേലേക്ക് തള്ളുന്നത് പോലെ ഉണ്ടാവും, മുകളിലേക്ക് കുപ്പിയിലേക്ക് ഒരു ബലം കൊടുക്കുന്നത് പോലെ ഉണ്ടാവും. നമ്മുടെ കൈയിലേക്ക് അത് ഫീൽ ചെയ്യും. അങ്ങനെ ജലം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് ഇവിടുത്തെ പ്ലവക്ഷമ ബലം. ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബക്കറ്റിലെ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ബക്കറ്റിൻ്റെ വെള്ളത്തിൽ ഒരു മഗ് ഇട്ടിട്ടുണ്ട്. ആ മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ ജല ഉപരിതലം ഇത്രയും ഭാഗം എത്തുന്നവരെ, ഈ ഒരു ഭാഗം എത്തുന്നവരെ വലിയ വെയിറ്റ്, വലിയ ഭാരമൊന്നും തോന്നില്ല. പക്ഷേ ഇതിൻ്റെ പുറത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടെ ഭാരം ഉള്ളതുപോലെ ഉണ്ടാവും. നമ്മുടെ കിണറിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ആദ്യം കുറേ സമയം വലിക്കാനൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, വലിയ ഭാരമൊന്നും തോന്നില്ല. പക്ഷെ ജലോപരിതലം കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്നാൽ നേരത്തെ കൊടുത്തതിനേക്കാൾ കൂടുതൽ ബലം കൊടുത്തിട്ട് വേണം നമ്മൾ അതിനെ പിടിച്ച് മുകളിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജലത്തിൽ ഇറങ്ങി നിൽക്കുന്ന വസ്തുവിൻ്റെ മേലേക്ക് ഈ ജലം മുകളിലേക്കായിട്ട് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ജലം മേലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുക. ജലം പ്രയോഗിക്കുന്ന മാത്രമാണെന്ന് വെച്ചാൽ അല്ല. ജലത്തിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും എടുക്കുക, മണ്ണെണ്ണ എടുക്കുക, അതിലേക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു പ്രവർത്തനം ചെയ്ത് നോക്ക്. ഒരു കാലിക്കുപ്പി എടുത്തിട്ട് വെച്ച് ഇങ്ങനെ താത്തി വയ്ക്കാൽ അവിടെയും പ്ലവക്ഷമ ബലം അനുഭവപ്പെടും. മണ്ണെണ്ണയിലും ജലത്തിലും മാത്രമാണോ? അല്ല. ഇങ്ങനെയുള്ള ദ്രാവകങ്ങളിൽ മാത്രമല്ല, വാതകങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് പ്ലവക്ഷമ ബലം. ഇവിടെ എഴുതി വെച്ച ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ ഒന്നെങ്കിൽ വസ്തു പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്കണം, അല്ലെങ്കിൽ ഭാഗികമായി മുങ്ങിക്കിടന്നാലും മതി. അങ്ങനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. ദ്രവം എന്ന് പറഞ്ഞാൽ എന്താ? ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാതകവും ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ ദ്രാവകവും ഉൾപ്പെടുന്നുണ്ട്. ഖരം ഇല്ല എന്നുള്ള കാര്യം അറിയുക. ദ്രാവകവും വാതകവും രണ്ടിനെയും ചേർത്ത് പറയുന്ന പേരാണ് ദ്രവങ്ങൾ. ദ്രാവക വസ്തുക്കളെയും അതുപോലെ വാതകത്തിനെയും രണ്ടിനെയും കൂടെ ചേർത്ത്. അതായത് ഈ ഹീലിയം ബലൂണൊക്കെ കാലാവസ്ഥാ പഠനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹീലിയം ബലൂൺ എടുക്കാറുണ്ട്. പോട്ടെ, ഈ ഹീലിയം ബലൂണുകൾ ഹൈഡ്രജൻ ബലൂണൊക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ ഉയർന്ന് മേലോട്ട് പോകുന്ന കാണാം. എന്താ സംഭവം എന്ന് വെച്ചാൽ നേരത്തെ ജലത്തിൽ ഇറക്കി വെച്ച മഗ്ഗിലേക്ക് അല്ലെങ്കിൽ കുപ്പിയിലേക്കൊക്കെ അനുഭവപ്പെട്ട പോലെ ഒരു ബലം മുകളിലേക്ക് ഈ ഹീലിയം ബലൂണിലേക്ക് ഇങ്ങനെ ആരോ പ്രയോഗിക്കുന്നുണ്ട്. ആരാ പ്രയോഗിക്കുന്നത് വെച്ചാൽ ആ ഹീലിയം ബലൂണിൻ്റെ പുറത്തുള്ള ആളുകളില്ലേ, അതായത് ഈ വായുവിലൊക്കെ കുറേ ആളുകളില്ലേ, ആരൊക്കെയുള്ള ഈ വാതകങ്ങളുണ്ടല്ലോ, ഇവർ മെല്ലെ മെല്ലെ തട്ടി മേലോട്ട് ഇങ്ങനെ തള്ളി കൊടുക്കും. ആരാ? നമ്മുടെ ഹീലിയം ബലൂണിന്. അങ്ങനെയാണ് മൂപ്പരിങ്ങനെ ഉയർന്നു പോകുന്നത്.
പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നുണ്ട് ഹീലിയം ബലൂണിലേക്ക്. അപ്പോൾ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും അനുഭവപ്പെടുന്നു. ഒറ്റ വാക്കാക്കി പറയാൻ വേണ്ടി നമ്മൾ ദ്രവങ്ങൾ എന്ന് പറയും. ദ്രവങ്ങളിൽ അനുഭവപ്പെടുന്നതാണ് എന്ത്? പ്ലവക്ഷമ ബലം. അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളായ ഉദാഹരണം പറയാൻ വേണ്ടി നമ്മൾ രണ്ടെണ്ണം ഇപ്പം പറഞ്ഞു. പിന്നെ പുഴേൻ്റെ അടിയിൽ നിന്ന് കല്ലെടുത്ത് മുക്കുന്നത് പറയാം. അതുപോലെ അങ്ങനെയുള്ള എന്ത് സന്ദർഭം? കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് പറയാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പറയാം, കുഴപ്പമില്ല. ഇനി ഈ പ്ലവക്ഷമ ബലത്തെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്ന് വെച്ചാൽ എന്തിലൊക്കെ മാറ്റം വന്നാലാണ് പ്ലവക്ഷമ ബലം കൂടുക കുറയുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ദ്രവത്തിൻ്റെ സാന്ദ്രതയാണ്, രണ്ടാമത്തത് വസ്തുവിൻ്റെ വ്യാപ്തമാണ്. നല്ലോണം ശ്രദ്ധിച്ചു വെച്ചോ. ഒന്ന് ദ്രവത്തിൻ്റെ സാന്ദ്രത, രണ്ടാമത്തത് വസ്തുവിൻ്റെ വ്യാപ്തം. മാറിപ്പോരുത്, വസ്തുവിൻ്റെ സാന്ദ്രതയും ദ്രവത്തിൻ്റെ വ്യാപ്തവും ഒന്നും ആയിപ്പോരുത്. നന്നായിട്ട് വെച്ചോ. ദ്രവത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവും. ദ്രവത്തിൻ്റെ സാന്ദ്രത കൂടിയാൽ പ്ലവക്ഷമ ബലം കൂടും. വസ്തുവിൻ്റെ വ്യാപ്തം കൂടുമ്പോഴും പ്ലവക്ഷമ ബലം കൂടും. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടും. അത്രയേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടാവും. ആ ചിത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വെച്ചു. ചിലപ്പോൾ ആ ചിത്രങ്ങൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. വ്യാപ്തം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം ടെക്സ്റ്റിലുണ്ടല്ലോ, അതൊന്ന് നോക്കാം. ഇവിടെ 2 കട്ടകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ഇരുമ്പിൻ്റെ ഒരു കട്ടയാണ്, മറ്റേത് ചെമ്പിൻ്റെ ഒരു കട്ടയാണ്. ഇരുമ്പ് കട്ടയും ചെമ്പ് കട്ടയും രണ്ടിനും ഒരേ ഭാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഭാരമുള്ള ഇരുമ്പ് കട്ടയും ചെമ്പ് കട്ടയും രണ്ടിൻ്റെയും ഭാരം സെയിമാണ്. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ വലുത് വരുന്നത് ഈ നമ്മുടെ ഇരുമ്പ് കട്ടയാണ്. വലുതെന്ന് വെച്ചാൽ വ്യാപ്തം കൂടിയത്. വ്യാപ്തം കൂടിയ ഇരുമ്പ് കട്ടയാണ്. ചെമ്പ് കട്ട ഇരുമ്പിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ചെറുതാണ് വരുന്നത്. രണ്ടിൻ്റെയും ഭാരം സെയിമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 വസ്തുക്കളെ എടുത്ത് ഒരേപോലെയുള്ള ഏതെങ്കിലും ഒരു ദ്രാവകത്തിൽ ചിലല്ലേ നമുക്ക് വെള്ളം കിട്ടാനുള്ള ഏറ്റവും എളുപ്പം. രണ്ടിനെ എടുത്ത് വെള്ളത്തിലിടാം, ഒരേ അളവിലുള്ള വെള്ളത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വസ്തുക്കളിലേക്ക് പ്രയോഗിക്കപ്പെട്ട പ്ലവക്ഷമ ബലം താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇരുമ്പ് കട്ടയിലാണ് കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന്. ഒന്നുമില്ല, ഇവിടെ വ്യാപ്തം കൂടിയത് ഇരുമ്പ് കട്ടയാണല്ലോ. അപ്പോൾ വ്യാപ്തം കൂടിയ വസ്തുവിലാണ് കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം. ഈ പട്ടിക ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചോ. നമ്മൾ കുറേ നേരമായി പ്ലവക്ഷമ ബലം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബോയൻ ഫോഴ്സ് എന്നൊക്കെ പറയും. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയണം. കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണിത്. ജലത്തിലെ ഭാരക്കുറവ് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്ലവക്ഷമ ബലം കിട്ടിക്കൊള്ളും. നിങ്ങളോട് പ്ലവക്ഷമ ബലം ചോദിച്ചു കഴിഞ്ഞാൽ ഭാരക്കുറവ് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ ഭാരനഷ്ടം എന്ന് പറയുന്നില്ലേ, എത്രയാണോ നഷ്ടപ്പെട്ടു പോകുന്നത് അത് കണ്ടുപിടിച്ചാൽ മതി. എത്ര ഭാരമാണോ നഷ്ടപ്പെട്ടു പോകുന്നത് അത് തന്നെയാണ് പ്ലവക്ഷമ ബലവും. അതായത് ഒരു വസ്തുവിനെ സ്പ്രിംഗ് ബാലൻസുമായിട്ട് കെട്ടിത്തൂക്കി പിടിക്കാം. ടെക്സ്റ്റിലുള്ള ആ ചിത്രങ്ങളിലെ അത് ആലോചിക്കാം. അപ്പോൾ സ്പ്രിംഗ് ബാലൻസിൻ്റെ അറ്റത്തായിട്ട് താഴെ ഭാഗത്ത് ഒരു വസ്തു എന്തെങ്കിലും ഒരു കല്ലെടുക്കി ആ കല്ലിനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വായുവിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഭാരം അളന്ന് നോക്കിയാൽ സ്പ്രിംഗ് ബാലൻസിൽ അളക്കുക ഭാരമല്ലേ? യെസ്. വായുവിൽ നിന്ന് അളന്ന് നോക്കിയിട്ട് ഒരു 20 ന്യൂട്ടനാണ് കാണിച്ചത് എന്ന് വെക്ക്. കറക്റ്റല്ല, വെറുതെ ആണെന്ന് വിചാരിക്കുക. ഇനി ഈ സാധനത്തിനെ, ഈ കല്ലിനെ നേരെ എടുത്ത് ഒരു പാത്രത്തിലെടുത്താൽ വെള്ളത്തിലേക്ക് മുഴുവനായിട്ട് അങ്ങ് താഴ്ത്തി വെക്കുന്നത്. ഈ കല്ലിപ്പം മുഴുവനായിട്ടും ജലത്തിൽ താണ് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുന്ന റീഡിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ലേശം കുറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ 20 ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 17 ആയിട്ടുണ്ടാവും. ഇത് കറക്റ്റ് വിലയാണോ? അല്ല, ഇത് കാണിക്കാൻ വേണ്ടി വെറുതെ. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഇതൊന്നും തരാണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ് പ്ലവക്ഷമ ബലം എത്രയാണ്. വായുവിലെ ഭാരമുണ്ട്, ജലത്തിലെ ഭാരമുണ്ട്. എന്നിട്ട് നിങ്ങളോട് പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കണ്ട, വസ്തുവിലെ ഭാരക്കുറവ് കണ്ടുപിടിച്ചാൽ മതി. രണ്ടും സെയിം ആണ്. ഭാരക്കുറവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഭാരക്കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വായുവിലെ ഭാരത്തിൽ നിന്ന് ജലത്തിലെ ഭാരം കുറച്ചാൽ മതി. വായുവിലെ ഭാരത്തിൽ നിന്ന് ജലത്തിലെ ഭാരം കുറച്ചാൽ മതി. വായുവിലെ ഭാരം വരുന്നത് 20 അല്ലേ, അതിൽ നിന്ന് 17 കുറയ്ക്കുക. 17 കുറച്ച് കഴിഞ്ഞാൽ 3 എന്ന് വരും. 3 യൂണിറ്റ് വേണം. ന്യൂട്ടൺ ബലമല്ലേ, ബലം. അപ്പോൾ ന്യൂട്ടനാണ് ഇവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വരിയിൽ ഇരുമ്പ് കട്ടേൻ്റെ എഴുതിയതുപോലെ ഉണ്ടാവും.
വായുവിലെ ഭാരം തന്നിട്ടുണ്ടാവും, പ്ലവക്ഷമ ബലവും തന്നിട്ടുണ്ടാവും. എന്നിട്ട് ജലത്തിലുള്ള ഭാരം എത്രയാണ് എന്ന് ചോദിക്കും. നമുക്കറിയാം വസ്തുവിൻ്റെ വായുവിലെ ഭാരത്തിൽ നിന്ന് ജലത്തിലെ ഭാരം കുറച്ചാൽ പ്ലവക്ഷമ ബലം കിട്ടും. പക്ഷേ ഇവിടെ ജലത്തിലെ ഭാരം എത്രയാന്ന് തന്നിട്ടില്ല, പ്ലവക്ഷമ ബലം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. വായുവിലെ ഭാരം 30ഉം പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് 6ഉമാണെങ്കിൽ, പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഭാരനഷ്ടം. അവിടെ ജലത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ 6 ന്യൂട്ടൺ നഷ്ടപ്പെട്ടു പോയി എന്ന് അവിടെ പറഞ്ഞേച്ചത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ആദ്യം 30 ഉണ്ടേനും ജലത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ 6 ന്യൂട്ടൺ ഭാരം നഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ജലത്തിൽ കാണിച്ചിട്ടുണ്ടാവുക എത്രയായിരിക്കും? 30 - 6 = 27 അല്ലേ? സോറി 4 അല്ലേ? 24. അയ്യോ പോയി. 24. ഈ രീതിയിലായിരിക്കും. ഏതെങ്കിലും ഒരു കള്ളി വിട്ടിട്ട് അങ്ങ് തരും, എന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ഇത് വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് വരുന്ന ചോദ്യം. ഒരേ വ്യാസമുള്ള ഒരു ചെമ്പുഗോളവും ഇരുമ്പുഗോളവും ജലത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ചെമ്പിൻ്റെ സാന്ദ്രതയും ഇരുമ്പിൻ്റെ സാന്ദ്രതയൊക്കെ തന്നിട്ടുണ്ട്. രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം തുല്യമാണോ? ഉത്തരം സാധൂകരിക്കാം. രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം തുല്യമാണോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചെമ്പിൻ്റെ സാന്ദ്രത ഇരുമ്പിൻ്റെ സാന്ദ്രത എന്നൊക്കെ പറഞ്ഞ് സംഖ്യകളൊക്കെ തന്നിട്ടുണ്ട്. ഒന്നും മൈൻഡ് ചെയ്യണ്ട, ഈ കാര്യം മാത്രം ഒന്ന് നോക്ക്. ഒരേ വ്യാസമുള്ള ചെമ്പുഗോളം ഇരുമ്പുഗോളം. ഇവിടെ ഗോളം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ട പോലെയുള്ള സാധനം, ഇങ്ങനെയുള്ളത്. രണ്ടിൻ്റെയും വ്യാസം ഒരേതാണെങ്കിൽ, വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നോക്കണ്ട, രണ്ടിൻ്റെയും വ്യാസം ഒരേതാണെങ്കിൽ രണ്ടും ഒരേ വലിപ്പം ഉണ്ടാവില്ലേ, അതിൻ്റെ വ്യാപ്തം സെയിം ആയിരിക്കും. ചെമ്പുണ്ട് ഇരുമ്പുണ്ട് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും വലിപ്പം ഒരേതാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വ്യാപ്തം സെയിമാണ്, ഒരേ വ്യാപ്തമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും ഏതെങ്കിലും ഒരു ദ്രാവകത്തിലേക്ക്, ഇവിടെ ജലമാണല്ലോ തന്നെ, അപ്പോൾ ജലത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം തുല്യമായിരിക്കും. രണ്ടിലും തുല്യമായിരിക്കും. കാരണം വ്യാപ്തം സെയിം ആയതുകൊണ്ടാണ്, വ്യാപ്തം ഒരേതായതുകൊണ്ടാണ്, തുല്യമായതുകൊണ്ടാണ്. മറ്റൊരു ചോദ്യം ഇതോ, ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം 0.2 കിലോഗ്രാം വെയിറ്റും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 0.19 കിലോഗ്രാം വെയിറ്റുമാണെങ്കിൽ വസ്തുവിന് ജലത്തിലുള്ള ഭാരനഷ്ടം എത്രയായിരിക്കും? വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയായിരിക്കും? 2 ചോദ്യങ്ങളാണ്, എളുപ്പമാണ്. ഉത്തരം എഴുതുമ്പോൾ കണക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആദ്യം തന്ന സാധനം എടുത്ത് എഴുതണം. അതായത് വസ്തുവിൻ്റെ വായുവിലെ ഭാരം സമം 0.2, വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം സമം 0.19 കിലോഗ്രാം വെയിറ്റ് യൂണിറ്റ് കൊടുക്കണേ. അത് രണ്ടും ആദ്യം എടുത്ത് എഴുതാം. എന്നിട്ട് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം എ എന്ന് പറഞ്ഞ് ഉത്തരം എഴുതാം. ആദ്യം മറ്റേത് എഴുതണേ, അതിന് ശേഷം മാത്രം. ഭാരനഷ്ടമാണ് ചോദിച്ചത്. ഭാരനഷ്ടം എന്ന് പറഞ്ഞാൽ ആദ്യം എത്രയോ ഉണ്ടേനു, പിന്നെ അതിൽ നിന്ന് എത്രയോ കുറഞ്ഞിട്ട് പിന്നെ ലേശം ബാക്കിയുള്ളൂ. അപ്പോൾ കുറഞ്ഞു പോയത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. വായുവിലെ ഭാരം 0.2. ജലത്തിലെ ഭാരം 0.19. എടാ അങ്ങനെയാണെങ്കിൽ ഭാരനഷ്ടം എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും അങ്ങ് തമ്മിൽ കുറച്ച് കളഞ്ഞാൽ പോരെ, തമ്മിൽ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. എങ്ങനെ കുറയ്ക്കാം? ഇവിടെ ഒന്നും കുറയ്ക്കാനില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ 0.20 കുറയ്ക്കണം 0.19, കുറച്ച് കഴിഞ്ഞാൽ 0.01 എന്ന് വരും. 0.01 റെഡിയല്ലേ? യൂണിറ്റ് വേണം കിലോഗ്രാം വെയിറ്റ്. 0.01 കിലോഗ്രാം വെയിറ്റ്. വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്ര എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. എടാ വസ്തുവിൻ്റെ ഭാരനഷ്ടം തന്നെയായിരിക്കും വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം, രണ്ടും സെയിമാണ്. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം ചെയ്യണ്ട, 0.01 തന്നെയാണ്. 0.01 തന്നെയാണ് ഉത്തരം വരിക. പക്ഷേ പ്ലവക്ഷമ ബലം എന്നല്ലേ പറഞ്ഞേ, ബലത്തിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ന്യൂട്ടൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ന്യൂട്ടണിലേക്ക് അങ്ങ് മാറ്റുക. അതായത് 0.01 കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടണിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? 9.8 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.01 ഗുണിക്കണം 9.8 ചെയ്താൽ മതി, ന്യൂട്ടണിലേക്ക് മാറിക്കോളും. ഗുണിക്കുമ്പോൾ ഇത് 0 0 ഗുണിക്കുമ്പോൾ പോയിൻ്റൊക്കെ മൈൻഡ് ചെയ്യാണ്ട് വെച്ചേക്കാം, എന്നിട്ട് അങ്ങ് ഗുണിക്കുക. 98 ഗുണിക്കണം 1 98, പോയിൻ്റിൻ്റെ മൈൻഡ് ചെയ്യണ്ട. ഇനി നോക്കാം, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ 2 പോയിൻ്റ് ഉണ്ട്, അപ്പോൾ മൊത്തം 3 പോയിൻ്റ്. ഒരു പോയിൻ്റ് ഇങ്ങോട്ട് കയറി, ഒരു പോയിൻ്റ് ഇങ്ങോട്ട് കയറി, 2 പോയിൻ്റ് കയറി. ഇനി അടുത്തൊരു പോയിൻ്റ് വരാൻ വേണ്ടി ഒരു 0 കൊടുക്കാം. 0.098 എന്ന് വരും. 0.098 ന്യൂട്ടൺ. ഇതാണ് ഫൈനൽ ആൻസർ. നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ആർക്കിമിഡീസ് തത്വം ഈ ചിത്രത്തിൽ കാണുന്നത്
ഒരേ ആടോ കറക്റ്റ് ഒന്നല്ല. ആർക്കിമിഡീസ് തത്വം എന്താ സംഗതി മൂപ്പര് പറഞ്ഞേ? മൂപ്പരെ കഥയൊക്കെ അറിയാലോ. സ്വർണത്തിൻ്റെ കിരീടമൊക്കെ ഉണ്ടാക്കി അതിൽ മായ ഉണ്ടോയെന്നൊക്കെ കണ്ടുപിടിച്ച ഒരു മനുഷ്യനാണ്. മൂപ്പര് പറഞ്ഞ കാര്യം ഇതാ: ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. റെഡി? എന്താ പറഞ്ഞേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലവക്ഷമ ബലം എന്തിനു തുല്യമാണ് എന്ന് പറഞ്ഞേ? വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ദ്രവം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ശരിയാണ്, ദ്രവമാണുള്ളത്. ഒരു വസ്തുവിന് ഒന്നെങ്കിൽ മുഴുവനായിട്ട് ജലത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദ്രവത്തിൽ മുഴുവനായി മുങ്ങിയടിക്കാം, അല്ലെങ്കിൽ ഭാഗികമായി മുങ്ങിയിരിക്കാം. മുഴുവനായിട്ട് മുങ്ങണമെന്നില്ല, ഭാഗികമായിട്ട് മുങ്ങിയാലും മതി. അങ്ങനെ വസ്തു മുഴുവനും ആയിട്ടോ അല്ലെങ്കിൽ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന, എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഴുവനായിട്ടും വെള്ളം എടുക്കുക, അതിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ഇട്ട് കൊടുക്കുക, കുറേ വെള്ളം പുറത്തേക്ക് പോകില്ലേ? അങ്ങനെ പോയ വെള്ളത്തിനെ നമ്മൾ ആദേശം ചെയ്ത ജലം എന്ന് വിളിക്കും. അതിൻ്റെ അങ്ങനെ പുറത്തേക്ക് പോയ ജലത്തിൻ്റെ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവിടെ ഭാരനഷ്ടം കണ്ടുപിടിച്ചാൽ മതി. ഭാരനഷ്ടം തന്നെയാണ് പ്ലവക്ഷമ ബലം. ഇപ്പോൾ പറയുന്നത് ഈ പ്ലവക്ഷമ ബലം പുറത്തേക്ക് പോയ പുറത്തേക്ക് പോയ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇവർ മൂന്നും സെയിമാണ്. റെഡി? നേരെ താഴെ അടുത്തൊരു തത്വമുണ്ട്, പ്ലവന തത്വം. പ്ലവന തത്വം വരുന്നത് വായിക്കുമ്പോൾ ആർക്കിമിഡീസ് തത്വം പോലെയൊക്കെ തോന്നും, ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം നോക്കി അവിടെ വെച്ചോ. പ്ലവന തത്വം പൊങ്ങിക്കിടക്കുന്ന വസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. രണ്ടിലും പാണ്ട്. പ്ലവന തത്വം വരുന്നത് പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണ്. അതായത് ഈ പൊങ്ങിക്കിടക്കുന്ന കപ്പൽ, പൊങ്ങിക്കിടക്കുന്ന ബോട്ട് പോലെയുള്ള സാധനങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട മാത്രം. എന്താ പ്ലവന തത്വം പറയുന്നത്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു കപ്പൽ കടലിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കുറേ വെള്ളം രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പോകുന്നത് കാണാം. യൂട്യൂബിലോ സിനിമയിലൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതിനല്ലേ നമ്മൾ ആദേശം ചെയ്ത ജലം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എടുത്ത് നോക്കാം. ഭാരം എടുത്ത് നോക്കിയാൽ ഈ കപ്പലിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അങ്ങനെ തുല്യമാണെങ്കിൽ മാത്രമേ കപ്പൽ പൊങ്ങി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് മുങ്ങിപ്പോവും. എന്താ ഇവിടുത്തെ ഒരു പരിപാടി? എന്താ ഈ കാണുന്ന ഒരു വസ്തുവാണെന്ന് വിചാരിക്കും. ഒരു വസ്തുവാണ്. ഈ വസ്തുവിലേക്ക് എപ്പോഴും നമ്മുടെ ഭൂമി ഒരു ആകർഷണ ബലം താഴേക്ക് പ്രയോഗിക്കും. താഴേക്ക് എപ്പോഴും ഭൂമി ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ടാവും. താഴേക്ക് കാണുന്നില്ല, ഇങ്ങനെ താഴോട്ടേക്ക് പ്രയോഗിക്കുന്നുണ്ടാവും. ഇനി ഈ സാധനത്തിന്, ഈ വസ്തുവിനെ നേരെ നമ്മളൊരു ദ്രവത്തിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പോകുന്നു. ഒരു ദ്രവത്തിലേക്ക് അങ്ങ് ഇറക്കി വെച്ചു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിലേക്ക് ഇനി ആര് കൂടെ ഉണ്ടാവും? മുകളിലേക്കുള്ള ഒരു ബലം കൂടെ ഉണ്ടാവും. അപ്പോൾ താഴേക്കൊരു ബലമായി, മുകളിലേക്കൊരു ബലമായി. അങ്ങനെ മുകളിലേക്കും താഴേക്കും വരുന്ന ബലങ്ങൾ തുല്യമാണെങ്കിൽ, സെയിം ആണെങ്കിൽ വസ്തു പൊങ്ങിക്കിടക്കും. എന്ന് വെച്ചാൽ ഇവിടെ താഴേക്ക് വരുന്നത് ഗുരുത്വാകർഷണ ബലം, ഭൂമി വസ്തുവിലേക്ക് പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ഭൂഗുരുത്വാകർഷണ ബലം. മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാണെന്ന് വെച്ചാൽ അത് പ്ലവക്ഷമ ബലം. അപ്പോൾ വസ്തുവിൻ്റെ ഭാരം എന്ന് വെച്ചാൽ ഭൂമി എത്രത്തോളം ആകർഷണ ബലമാണോ കൊടുക്കുന്നത്, ഭൂഗുരുത്വാകർഷണം എത്രയാണോ അതിനെയാണ് നമ്മൾ ഭാരം എന്ന് വിളിക്കുക. അങ്ങനെ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും രണ്ടും സെയിം ആയിരിക്കും. ഈ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം പ്ലവക്ഷമ ബലത്തിന് തുല്യമാണെന്ന് ആർക്കിമിഡീസ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലവക്ഷമ ബലം തന്നെയാണ്. ഈ പ്ലവക്ഷമ ബലം എന്തിന് തുല്യമാണെന്നാണ് പറയുന്നത്? വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമാണ്. വസ്തുവിൻ്റെ ഭാരവും താഴോട്ടേക്കുള്ള ബലം, പ്ലവക്ഷമ ബലവും മേലോട്ടേക്കുള്ള ബലം രണ്ടും തുല്യമാണെങ്കിൽ, താഴോട്ടേക്ക് മേലോട്ടേക്കുള്ള ബലം സെയിം ആണ്, ഈക്വലാണ്, തുല്യമാണെങ്കിൽ വസ്തു മുങ്ങിപ്പോവാതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. എന്ന് വെച്ചാൽ ജലത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവത്തിൻ്റെ ഉപരിതലത്തിൽ തന്നെ നിൽക്കും. ഈ കാരണം കൊണ്ടാണ് കപ്പൽ മുങ്ങിപ്പോവാത്തത്. കപ്പലിന് ആണിനെ അപേക്ഷിച്ച് എന്താണ് വളരെ വളരെ വ്യാപ്തം കൂടുതലാണ്. നമ്മുടെ പാഠത്തിൻ്റെ ഫസ്റ്റ് ചങ്ങായി ചോദിച്ച സംശയമില്ലേ, അതാ പറയുന്നത്.
വ്യാപ്തം വളരെ കൂടുതലാണ്. അപ്പോൾ കപ്പലിന് കൂടുതൽ ജലത്തെ ആദേശം ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ ജലത്തെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കപ്പലിൻ്റെ ഭാരത്തിന് തുല്യമായ അത്രയും ജലത്തെ ആദേശം ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കൂടുതൽ ജലത്തെ വസ്തുവിൻ്റെ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഭാരത്തിന് തുല്യമായ അത്രയും ജലത്തെ ആദേശം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് കപ്പൽ മുങ്ങിപ്പോകാത്തത്. ആണിക്ക് ഇത് പറ്റുന്നില്ല. ആണിൻ്റെ വ്യാപ്തം കുറവല്ലേ, അപ്പോൾ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ അളവും കുറവ് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ആണിയിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും കപ്പലിലേക്ക് അനുഭവപ്പെടുന്നതായിട്ട് വളരെ വലിയ വ്യത്യാസമുള്ളത്. കപ്പലിന് കൃത്യമായിട്ട് അതിൻ്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള ജലത്തെ ആദേശം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആണിക്ക് അതിനുള്ള കഴിവ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആണി മുങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് കപ്പൽ പൊങ്ങി നിൽക്കുന്നത്. ഒരു ചോദ്യം നോക്കാം. ഒരേ വസ്തു എന്നുവെച്ചാൽ ഈ കാണുന്നതെല്ലാം സെയിം ആണ്. ചിത്രം 1, 2, 3, 4 എല്ലാ വസ്തുവും സെയിം തന്നെയാണ്. ഒരേ സ്പ്രിംഗ് ത്രാസാണ്. ഈ വസ്തു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് വായുവിൽ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ദ്രാവകത്തിലും, ഏത് ദ്രാവകം എന്ന് പറഞ്ഞില്ല കേട്ടോ, ദ്രാവകത്തിലും താഴ്ത്തി വെച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ. ചിത്രം 2, 3 ഇവയിൽ പ്ലവക്ഷമ ബലം വ്യത്യാസപ്പെടുന്നതിന് കാരണം എന്തായിരിക്കും? രണ്ടാമത്തെ ചോദ്യം വരുന്നത്, 4ാമത്തെ ചിത്രത്തിൽ സ്പ്രിംഗ് ബാലൻസിലെ റീഡിംഗ് എത്രയാണ്? എന്തുകൊണ്ട്? എളുപ്പല്ലേ. 1ാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ വസ്തു പൂർണ്ണമായും വായുവിലാണ്. അപ്പോൾ വായുവിൽ നിൽക്കുന്ന ഈ വസ്തുവിൻ്റെ ഭാരം 50 ന്യൂട്ടനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ വസ്തു ഭാഗികമായി, ഫുള്ളായിട്ട് മുങ്ങി കിടക്കുന്നുണ്ടോ? ഇല്ല. വസ്തു ഭാഗികമായിട്ട് മാത്രമേ ഇവിടെ മുങ്ങി നിൽക്കുന്നുള്ളൂ. അങ്ങനെ ഭാഗികമായിട്ട് മുങ്ങി നിൽക്കുമ്പോൾ കുറച്ച് പ്ലവക്ഷമ ബലമൊക്കെ അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടുന്നത് കൊണ്ട് നേരത്തെയുള്ള അത്രയും ഭാരം ഉണ്ടാവില്ല. നേരത്തെ 50 ഉണ്ടെങ്കിൽ ഇപ്പോൾ 40 ഉള്ളൂ. 3ാമത്തെ ചിത്രം നോക്ക്. ഈ 3ാമത്തെ ചിത്രത്തിൽ വസ്തു മുഴുവനായി മുങ്ങിക്കിടക്കുന്ന, വസ്തു ഫുള്ളായിട്ട് ഇപ്പോൾ ജലത്തിൻ്റെ അടിയിലാണുള്ളത്, ജലത്തിൻ്റെ ഉള്ളിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നേരത്തതിനേക്കാൾ കൂടുതൽ പ്ലവക്ഷമ ബലം ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പ്ലവക്ഷമ ബലം കൂടുതൽ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭാരം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഭാരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് 40നേക്കാൾ കുറച്ചുകൂടെ പിന്നെയും കുറഞ്ഞ് അനുഭവപ്പെടുന്ന ഭാരം വീണ്ടും കുറഞ്ഞു. 4ാമത്തെ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബി ക്വസ്റ്റ്യനിലെ 4ാമത്തെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താ? 3ഉം 4ഉം തമ്മിൽ താരതമ്യം ചെയ്ത് നോക്ക്. 3ാമത്തെ ചിത്രത്തിൽ വസ്തു പൂർണ്ണമായിട്ട് ജലത്തിനടിയിലാണ്. 4ാമത്തെ ചിത്രത്തിൽ വസ്തു പൂർണ്ണമായിട്ട് ജലത്തിനടിയിലാണ്. ഇത് ഇച്ചിരി അധികം താഴ്ത്തി വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. വസ്തു പൂർണ്ണമായും ജലത്തിനടിയിൽ തന്നെയാണ് ഈ 2 സന്ദർഭങ്ങളിലുള്ളത്. അതുകൊണ്ട് ഇവിടെ 2 സന്ദർഭങ്ങളിലും അനുഭവപ്പെടുന്നത് സെയിം 30 ന്യൂട്ടൺ ആയിരിക്കും. 30 ന്യൂട്ടൺ. റെഡി? ഈ ചോദ്യം ഒന്ന് നോക്ക്. 2ാമത്തെ ചോദ്യം ഇത് വസ്തുവിൻ്റെ വായുവിലുള്ള ഭാരം തന്നിട്ടുണ്ട്. അതുപോലെ ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരവും തന്നിട്ടുണ്ട്. രണ്ടും തന്നിട്ടുണ്ട്. ഇനി വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വായുവിലെ ഭാരത്തിൽ നിന്ന് ജലത്തിലെ ഭാരം കുറച്ചാൽ പോരെ? ശരിയാ. ഇനി വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടം തന്നെയല്ലേ പ്ലവക്ഷമ ബലം? ശരിയാണ്. വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടം തന്നെയാണ് പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലം തന്നെയല്ലേ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും? എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പ്ലവക്ഷമ ബലത്തിൻ്റെ ഉത്തരം എഴുതുമ്പോൾ കിലോഗ്രാം വെയിറ്റിലാണ് നമുക്ക് ഉത്തരം കിട്ടുക. ഉത്തരം ശരിയാണ്. പക്ഷേ കിലോഗ്രാം വെയിറ്റിലിട്ട് അവസാനിപ്പിക്കരുത്. നേരെ ന്യൂട്ടണിലേക്ക് മാറ്റണം. ന്യൂട്ടണിലേക്ക് മാറ്റാൻ 9.8 കൊണ്ട് ഗുണിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക് എന്താ? അത് ആപേക്ഷിക സാന്ദ്രതയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇവിടെ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു വര വരയ്ക്കാം. ഒരു വര, ഇതാണ് വര. നിങ്ങളോട് ചോദിക്കുന്നത് ഇത് വലുതാണോ ചെറുതാണോ? ഇപ്പോൾ വേണമെങ്കിൽ ചെറുതാണെന്ന് പറയാം. പക്ഷേ അതിനേക്കാൾ ചെറിയൊരു വര ഇപ്പുറം വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ വരച്ച വരയാണല്ലോ ഇവിടെ വലുത്. രണ്ടാമത് വരച്ച വരയെ അപേക്ഷിച്ച് ഇപ്പോൾ വരച്ച വരയാണ് വലുത്. ഇനി മറ്റൊരു വര ഇവിടെ വരയ്ക്കുന്നു. ഈ വരനെ അപേക്ഷിച്ചിട്ട് മറ്റു വരകളൊക്കെ അപേക്ഷിച്ച് ഇതാണ് ഏറ്റവും വലുത്. എന്ന് വെച്ചാൽ വലുതാണോ ചെറുതാണോ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ വേറെ എന്തിനെങ്കിലും ആയിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒന്നിനെ അവിടെ വെച്ചിട്ട് അതുമായിട്ട് അതിനേക്കാൾ വലുതാണോ ചെറുതാണോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വസ്തുക്കളുടെ സാന്ദ്രത എന്ന് നമുക്കറിയാം. ഈ സാന്ദ്രത മറ്റൊരു സാധനത്തിൻ്റെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യം ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത എന്ന് വിളിക്കുന്നത്. ആപേക്ഷിക സാന്ദ്രത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പദാർത്ഥത്തിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും തമ്മിലുള്ള ഒരു അംശബന്ധമാണ് ആപേക്ഷിക സാന്ദ്രത. അങ്ങനെയൊന്നും വേണ്ട. പദാർത്ഥത്തിൻ്റെ എന്തെങ്കിലും ഒരു പദാർത്ഥം, മണ്ണെണ്ണയോ ഗ്ലിസറിനോ പെട്രോളോ എന്തെങ്കിലും ഒരു സാധനം, അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ആ പദാർത്ഥത്തിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും തമ്മിൽ താരതമ്യം ചെയ്യാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണം. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണമെങ്കിൽ മണ്ണെണ്ണയുടെ സാന്ദ്രതേന ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി പെട്രോളിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണം. പെട്രോളിൻ്റെ സാന്ദ്രതേന ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ മതി. ഏത് പദാർത്ഥത്തിൻ്റെയും ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ മതി. വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ജലത്തിൻ്റെ സാന്ദ്രത 1000. അതുകൊണ്ട് കണക്ക് ചെയ്യാൻ ഒരു പ്രയാസവും വരില്ല. കുറച്ച് പോയിന്റ് ഇട്ട് കൊടുക്കണം എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആപേക്ഷിക സാന്ദ്രതേൻ്റെ സമവാക്യം വരുന്നത് ഇങ്ങനെയാണ്: ആപേക്ഷിക സാന്ദ്രത സമം പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത. ജലത്തിൻ്റെ സാന്ദ്രത 1000 എന്നുള്ള കാര്യം പഠിച്ചു വെക്കണം, മറന്നു വരുത്. ചിലപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണെന്ന് പറയാണ്ട് മണ്ണെണ്ണയുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചാൽ നോക്കി വെച്ചോ. 1000 മറന്നു പോകരുത്, ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? അതാണ് ചോദ്യം. ഇവിടെ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണയുടെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 തന്നിട്ടുണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത നിങ്ങളുടെ ഭാഗ്യത്തിന് 1000 തന്നിട്ടുണ്ട്. അപ്പോൾ 810/1000, 810നെ 1000 കൊണ്ട് ഹരിക്കാം. ഹരിച്ചു കഴിഞ്ഞാൽ 1 2 3 പൂജ്യങ്ങളാണുള്ളത്. അപ്പോൾ 1 2 3 പോയിന്റ് മാറ്റി ഇങ്ങോട്ടൊരു കുത്തിട്ട് കൊടുത്താൽ മതി. 0.810 എന്ന് വരും. 0.810. ചോദിക്കട്ടെ, ആപേക്ഷികയുടെ സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ്, ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഒന്നുമില്ല. എന്താ സംഭവം? ആപേക്ഷിക സാന്ദ്രതയുടെ സമവാക്യം നോക്കുക. ഇവിടെ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത എന്ന് വെച്ചാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഹരിക്കണം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മേലെയും താഴെയും ഒരേ തള്ള. ഇവർ രണ്ടുപേരും അങ്ങ് വെട്ടിമരിച്ചു. അപ്പോൾ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് ആരില്ല? യൂണിറ്റ് ഇല്ല. ഇതിൽ ഈ ചോദ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നുമില്ല. ചെമ്പിൻ്റെ സാന്ദ്രത തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന് ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ചെമ്പിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത എന്ന് വരും സമവാക്യം. ചെമ്പിൻ്റെ സാന്ദ്രത തന്നിട്ടുണ്ട്, ജലത്തിൻ്റെത് 1000 അറിയാം. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 പോയിന്റ് ബേക്കിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 8.9 എന്ന് വരും. 8.9 യൂണിറ്റ് ഇല്ല. നിങ്ങളോട് ഈ 2 ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ സാധ്യത കൂടുതൽ ഈ ചോദ്യം ചോദിക്കണം. ഇതൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ആപേക്ഷിക സാന്ദ്രത തന്നിട്ടുണ്ട്, ജലത്തിൻ്റെ സാന്ദ്രത എന്താണെന്ന് നമുക്കറിയാം. എന്നിട്ട് മെർക്കുറിയുടെ സാന്ദ്രത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്. ഈ സമവാക്യം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. മണ്ണെണ്ണ എന്ന് മാറ്റിയിട്ട് മെർക്കുറി എന്ന് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ശരി, വേറൊരു ചോദ്യം നോക്കാം. വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് വരുന്ന പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? സിമ്പിൾ. പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത 1025 പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണമെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ മതി. 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 3 പോയിന്റ് ബേക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ 1.025 എന്ന് വരും. 1.025. എളുപ്പം. ഈ ആപേക്ഷിക സാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആൾ ഹൈഡ്രോമീറ്റർ, രണ്ടാമത്തെ ആൾ ലാക്ടോമീറ്റർ. 2 ചിത്രങ്ങളൊന്ന് നോക്കി. ഇതുപോലെ തന്നെയല്ലേ ഇതുള്ളത്? അവിടെ രണ്ടിൻ്റെയും പ്രവർത്തന തത്വം ഒക്കെ സെയിം. രണ്ടും ഒരേതുപോലെയാണ്. ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ചെറിയൊരു വ്യത്യാസം മാത്രം. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് പാലിൽ മാത്രമേ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ട് ബാക്കി ഏത് ദ്രവം വേണമെങ്കിലും എടുക്കുക, ഒരു കുഴപ്പമില്ല. ഏത് ദ്രാവകം വേണമെങ്കിലും എടുക്കുക. എന്തിനാണ് ഇവരെ രണ്ടാളെയും ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പദാർത്ഥങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും. രണ്ടും കാണാൻ ഒരുപോലെ ഉണ്ടാവും. രണ്ടിൻ്റെയും പ്രവർത്തന തത്വം ഒരേതാണ്. എന്താ ഇവരെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കാണണമെന്ന് വെച്ചോ. ഒരു പാത്രത്തിൽ മണ്ണെണ്ണ എടുക്കുക, അതിലേക്ക് ഹൈഡ്രോമീറ്റർ അങ്ങ് ഇട്ട് കൊടുക്കുക. വേറൊന്നും ചെയ്യേണ്ട, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ച് പൊങ്ങി നിൽക്കും. പൊങ്ങി നിൽക്കുമ്പോൾ അതിലൊരു റീഡിങ് കാണിക്കും, ഒരു അങ്കനം കാണിക്കും. അതായിരിക്കും മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. ഇനി പെട്രോളിൻ്റെ കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ ഗ്ലിസറിൻ്റെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ. ഗ്ലിസറിന് ഒരു പാത്രത്തിൽ ഗ്ലിസറിൻ എടുക്കുന്നു, അതിലേക്ക് ഹൈഡ്രോമീറ്റർ ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒരു അങ്കനം കാണിക്കും. അതാണ് ഗ്ലിസറിൻ്റെ ആപേക്ഷിക സാന്ദ്രത. ഇനി നിങ്ങൾ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ഇവനെ ഉപയോഗിക്കേണ്ട, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനത്തിൻ്റെ പേരാണ് ലാക്ടോമീറ്റർ. പാല് കുറച്ച് സ്പെഷ്യൽ സാധനമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചു വെച്ചോ. ഹൈഡ്രോമീറ്റർ ആണോ ലാക്ടോമീറ്റർ ആണോ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ലാക്ടോമീറ്ററെ പറയാവൂ, മാറിപ്പോവാതിരിക്കാൻ. ഇങ്ങനെ ആലോചിച്ച് നോക്കാം. എടാ, പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, പാലിലും ലാ ഉണ്ട്, ലാക്ടോമീറ്ററിലും ലാ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും വെച്ച് ആലോചിച്ച് വെച്ച്. ഓക്കെ, രണ്ടും ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും ഒരേ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് തത്വം എന്ന് പറഞ്ഞില്ല. അതായത് പൊങ്ങി നിൽക്കുക ചെയ്യുക. ഹൈഡ്രോമീറ്റർ എടുത്ത് ജലത്തിലിടുക, അപ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കും. മണ്ണെണ്ണയിലിടുക, അപ്പോൾ നേരത്തെ കാണിച്ച അളവായിരിക്കില്ല കാണിക്കുക. പൊങ്ങി നിൽക്കും, പക്ഷേ നേരത്തെ അത്രയും പൊങ്ങി നിൽക്കില്ല. സാന്ദ്രത മണ്ണെണ്ണയ്ക്ക് കുറവാണല്ലോ, അപ്പോൾ അത്രയും പൊങ്ങി നിൽക്കില്ല. അപ്പോൾ ഓരോന്നിലും പൊങ്ങി നിൽക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ചില ദ്രാവകങ്ങളിൽ കൂടുതൽ പൊങ്ങി നിൽക്കും, ചിലതിൽ കുറച്ച് പൊങ്ങി നിൽക്കും. അതായത് സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിലാണെങ്കിൽ ഹൈഡ്രോമീറ്റർ നന്നായിട്ട് അങ്ങ് പൊങ്ങി നിൽക്കും. ഹൈഡ്രോമീറ്ററിൻ്റെ റീഡിങ് എങ്ങനെയാണെന്ന് വരുന്നത്, മേലെ നിന്ന് താഴേക്ക് വരുമ്പോൾ അത് ഇവിടെ ഉണ്ട്. മേലെ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഹൈഡ്രോമീറ്ററിൻ്റെ റീഡിങ് കൂടി വരിക ചെയ്യാം. ആദ്യം 0.5, പിന്നെ 0.6, 7, 8, 9, 1 എന്നുള്ള രീതിയിൽ. നിങ്ങൾ ഹൈഡ്രോമീറ്ററിൻ്റെ അടുത്ത് ജലത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം 1 ആയിരിക്കും. 1 ജലത്തിലാണെങ്കിൽ, അതായത് ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത 1 ആണ്. പഠിച്ചു വെക്കണം. നിങ്ങളോട് ഇങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചോദിച്ചു കളയും, എന്താ ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ത്, ചിലപ്പോൾ ചോദിക്കും. ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും 1000 kg/m³. ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്ന് ചോദിക്കും. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത. ഇവിടെ നമ്മൾ എടുത്ത പദാർത്ഥവും ജലം തന്നെ. അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത. നമുക്ക് പറയാം ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത 1 ആണ്. അപ്പോൾ ഹൈഡ്രോമീറ്റർ ജലത്തിൽ കാണിക്കുന്ന അങ്കനം എത്രയാണെന്ന് ചോദിക്കും. അതും 1 തന്നെയാണ്. റെഡി? മറ്റൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, ജലത്തേക്കാൾ സാന്ദ്രതയുള്ള ഒരു പദാർത്ഥത്തിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം എത്രയായിരിക്കും? ജലത്തേക്കാൾ സാന്ദ്രതയുള്ള പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തേക്കാൾ കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കാൻ കഴിവുള്ള പദാർത്ഥം എന്നല്ലേ എൻ്റെ അർത്ഥം. ഗ്ലിസറിനൊക്കെ പോലെയുള്ളത് ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത്. സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടും. ഈ ഹൈഡ്രോമീറ്റർ താഴ്ത്തി വെച്ചാൽ, മുക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയിൽ ഗ്ലിസറിൻ മേലേക്ക് പിടിച്ച് തള്ളും. അപ്പോൾ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കും. പൊങ്ങി നിൽക്കുമ്പോൾ അതിൽ കാണിക്കുന്ന അങ്കനവും കൂടുതലായിട്ട് കാണിക്കും. കാരണം താഴോട്ടേക്ക് വരുമ്പോഴാണല്ലോ ഇതിൻ്റെ വാല്യൂ കൂടി വരുന്നത്. അങ്ങനെ സാന്ദ്രത കൂടിയ ദ്രവങ്ങളിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനവും കൂടുതലായിരിക്കും. സാന്ദ്രത കുറവുള്ള ദ്രവങ്ങളിലാണെങ്കിലോ കാണിക്കുന്ന അങ്കനം കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. നേരെ ലാക്ടോമീറ്ററിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അല്ലെങ്കിൽ പാലിൻ്റെ എന്തിനായി പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. നല്ല പാലാണെങ്കിൽ നല്ല കൊഴുപ്പുണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും. എന്ന് വെച്ചാൽ സാന്ദ്രത കൂടുതലായിരിക്കും. കട്ടി എന്നൊന്നും നമ്മൾ പറയില്ല, നമ്മൾ സാന്ദ്രത കൂടുതലായി എന്ന് പറയും. നല്ല പാലാണെങ്കിൽ വെള്ളം ചേർക്കാത്ത, നല്ല പാലെന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളം ചേർക്കാത്ത പാലാണെങ്കിൽ സാന്ദ്രത കൂടുതലായിരിക്കും, കട്ടി കൂടുതലായിരിക്കും. വെള്ളം ചേർത്ത പാലാണെങ്കിൽ കുറച്ച് വെറും വെള്ളം പോലെ ഉണ്ടാവും, കട്ടി കുറവായിരിക്കും. ഒരേപോലെയുള്ള 2 പാത്രം എടുത്തിട്ട് കട്ടി കൂടിയ പാലും എടുക്കുന്നു, വെള്ളം ചേർത്ത പാലും എടുക്കുന്നു. രണ്ടിലും ലാക്ടോമീറ്റർ താഴ്ത്തി വെക്കുക. അങ്ങനെയാണെങ്കിൽ കട്ടി കൂടിയ, സാന്ദ്രത കൂടിയ നല്ല പാലിലായിരിക്കും ഹൈഡ്രോമീറ്റർ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. കാരണം സാന്ദ്രത കൂടിയ ഈ പാലിനകത്താണ് കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടാവുക.
രണ്ടാമത്തെ ഈ ചേർത്ത പാലില്ലേ, വെള്ളം ചേർത്ത പാലിൽ സാന്ദ്രത കുറവായിരിക്കും. നേരത്തേനെ മറ്റേതിനെ അപേക്ഷിച്ച് ഇതിന് സാന്ദ്രത കട്ടി കുറവായിരിക്കും. അങ്ങനെ കട്ടി കുറവാണെങ്കിൽ മേലേക്ക് പിടിച്ച് തള്ളാനുള്ള ആ കഴിവും കുറവായിരിക്കും, അതായത് പ്ലവക്ഷമ ബലവും കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി താഴ്ന്നു കിടക്കും, ഈ ലാക്ടോമീറ്റർ കുറച്ച് താഴ്ന്നു കിടക്കും. അങ്ങനെയാണെങ്കിൽ കാണിക്കുന്ന അളവ് കുറവായിരിക്കും, കാണിക്കുന്ന അങ്കനം നേരത്തേതിൻ്റെ അത്രയും ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. 1 മാർക്കിൻ്റെ ചോദ്യം ഇങ്ങനെ വരാം. തത്വത്തിൽ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ലാക്ടോമീറ്ററിൻ്റെ പിന്നിലെ പ്രവർത്തന തത്വം എന്താണ് എന്ന് ചോദിക്കും. ലാക്ടോമീറ്ററിൻ്റെ ആണെങ്കിലും ഹൈഡ്രോമീറ്ററിൻ്റെ ആണെങ്കിലും രണ്ടും പ്രവർത്തിക്കുന്നത് ഇതാ ലാക്ടോമീറ്റർ ആണോ ഹൈഡ്രോമീറ്റർ ആണോ രണ്ടും പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. പൊങ്ങി നിൽക്കല്ലേ ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം പൊങ്ങി നിൽക്കുന്ന വസ്തുവല്ലേ. പൊങ്ങി നിൽക്കുന്നത് കണക്ട് ചെയ്ത് വെച്ചോ. പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും പ്രവർത്തിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ഒരുപാട് സംഗതി മനസ്സിലായി എന്ന് ഒറ്റയടിക്ക് പറയാൻ വേണ്ടി പറ്റും. ചോദ്യം നോക്കാം. ഒരേ വലിപ്പമുള്ള PQ എന്നിങ്ങനെ 2 വസ്തുക്കൾ ഒരു ബീക്കറിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. രണ്ടും പൊങ്ങിക്കിടക്കുന്നുണ്ട്, പക്ഷേ ഒന്ന് നല്ലോണം പൊങ്ങിക്കിടക്കുന്നുണ്ട്, ഒന്ന് കുറച്ചേ പൊങ്ങിക്കിടക്കുന്നുള്ളൂ. ഇവയിൽ കൂടുതൽ ജലത്തെ ആദേശം ചെയ്യുന്ന വസ്തു ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കൂടി വായിച്ചു നോക്കാം. പ്ലവക്ഷമ ബലം കൂടുതൽ അനുഭവപ്പെടുന്ന ഏത് വസ്തുവിലാണ്? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. സോ സിമ്പിൾ. 2 പേരും പൊങ്ങിക്കിടക്കുന്നുണ്ട്. P എന്ന വസ്തു കൂടുതൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്, Q എന്ന വസ്തു മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചേ പൊങ്ങിക്കിടക്കുന്നുള്ളൂ. ഏതാണ് കൂടുതൽ ജലത്തെ ആദേശം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും Q ആയിരിക്കൂലേ. Q അല്ലേ കൂടുതൽ താഴ്ന്നു കിടക്കുന്നത്. അതുകൊണ്ട് Q ആയിരിക്കും കൂടുതൽ ജലത്തെ ആദേശം ചെയ്യുന്നത്, Q. രണ്ടാമത്തെ ചോദ്യം എന്താ? പ്ലവക്ഷമ ബലം കൂടുതൽ ഏതിലാണ്? ഉറപ്പായിട്ടും കൂടുതൽ ജലത്തെ ആദേശം ചെയ്യാൻ കഴിയുന്ന Qവിനാണെങ്കിൽ Qവിൽ തന്നെ ആയിരിക്കൂലേ പ്ലവക്ഷമ ബലവും കൂടുതൽ ഉണ്ടാവുക. രണ്ടും സെയിം ആണെന്നല്ലേ നേരത്തെ പഠിച്ചേ. അപ്പോൾ പ്ലവക്ഷമ ബലം കൂടുതൽ അനുഭവപ്പെടുന്നതും Qവിൽ തന്നെയാണ്. നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കണം. സാധൂകരിച്ചോ. പ്ലവക്ഷമ ബലം ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ കൂടുതൽ ജലത്തെ ആദേശം ചെയ്യാൻ വേണ്ടി പറ്റിയത് ആരാ? Q. അതുകൊണ്ട് മൂപ്പരിക്ക് തന്നെയായിരിക്കും പ്ലവക്ഷമ ബലവും കൂടുതലായിട്ട് അനുഭവപ്പെടുക. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് കുറച്ച് നോക്കാനുള്ളത്. അതല്ലാതെ മുന്നേ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ചാപ്റ്റർ വൈസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ പ്ലവക്ഷമ ബലത്തിൻ്റെ മുൻകാല ചോദ്യങ്ങൾ മാത്രം 2016 മുതലുള്ള ചോദ്യങ്ങൾ മാത്രം. അതിൽ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിച്ച് തയമ്പിക്കുന്നത്. എല്ലാ കൊല്ലവും ചോദിക്കുന്ന ചില ടോപ്പിക്കൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് ചെക്ക് ചെയ്യാം. അത്രയും കാര്യങ്ങളാണ്. എന്നാൽ താങ്ക് യു.